ഏത് കോഴ്സിനാ സ്കോപ്പ് ഉള്ളത് എന്നുള്ളതല്ല, നമുക്ക് സ്കോപ്പ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ നന്നായിട്ട് സ്കിൽഡ് ആണോ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നന്നായി ചെയ്യുന്നുണ്ടോ? വൃത്തിക്ക് ചെയ്യുന്നുണ്ടോ? അടിപൊളിയായി ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറോ എഞ്ചിനീയറോ ബിസിനസ്മാനോ ആര് വേണമെങ്കിലും ആവാം. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ആരുമായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായി ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. റൈറ്റ്? ഇതാരാന്നറിയാം നിങ്ങൾക്ക്? സ്റ്റീവ് ജോബ്സ് പറഞ്ഞൊരു വാചകമുണ്ട്. സ്റ്റീവ് ജോബ്സ് പറഞ്ഞ ലാസ്റ്റ് ഒരു വാചകത്തിലൂടെ ഞാൻ വരാം. അതിനു മുമ്പ്, ബീയിങ് ദ റിച്ചസ്റ്റ് മാൻ ഇൻ ദ സെമിട്രി ഡസന്റ് മാറ്റർ ടു മീ. ഞാനിങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ ആ സെമിത്തേരിയിലെ ഏറ്റവും പണക്കാരനായിട്ടുള്ള, ഏറ്റവും വെൽത്തിയർ ആയിട്ടുള്ള, ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഞാനാണെന്നത് മാറ്റർ ചെയ്യുന്നില്ല. പിന്നെ എന്താ മാറ്റർ ചെയ്യുന്നത്? ഗോയിങ് ടു ബെഡ് അറ്റ് നൈറ്റ് സെയിങ് വി ഹാവ് ഡൺ സംതിങ് വണ്ടർഫുൾ, ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ് ടു മീ. നിങ്ങൾക്ക് 5 ലക്ഷം രൂപ ശമ്പളം വാങ്ങാം, 10 ലക്ഷം രൂപ ശമ്പളം വാങ്ങാം, 1 കോടി രൂപ ശമ്പളം വാങ്ങാം. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്താണ്? നല്ലൊരു കാറ് വാങ്ങാം. അറിയാം, അതിന് ഹ്യൂണ്ടായി കാറ് പോയാലും BMW പോയാലും എത്തേണ്ട സമയത്ത് എത്തുള്ളൂ, അല്ലേ? നല്ലൊരു വീടുണ്ടാക്കാം, നല്ലൊരു കുടുംബമാവാം, നിങ്ങൾക്ക് ആവശ്യത്തിന് കാര്യങ്ങളൊക്കെ ആവാം. പക്ഷേ ലൈഫിൽ നമ്മളെ കൊണ്ട് ബാക്കിയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം വേണം. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത്. അതായിരിക്കണം ഈ റൂമിലിരിക്കുന്ന ഓരോ കുട്ടിയുടെയും. നമ്മൾ ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം, അത് സോൾവ് ചെയ്യണം. നിങ്ങൾ ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, ബിസിനസ് പേഴ്സൺ ആവട്ടെ, ഹ്യൂമാനിറ്റീസ് എടുക്കട്ടെ, കൊമേഴ്സ് എടുക്കട്ടെ, ബാക്കിയുള്ളവരുടെ ലൈഫിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ കണ്ണീരൊപ്പാൻ, അവർക്ക് ലൈഫിൽ നമ്മൾ മൂലം എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഓക്കെ, എന്തായാലും എന്നോട് കരിയർ ഗൈഡൻസ് എടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ പോവുക. ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതിന് ഏറ്റവും നല്ല സ്ഥലങ്ങൾ, എന്ത് കോഴ്സ് നിങ്ങൾ എടുത്തോളൂ. ഞാൻ ഇവിടെ നിന്നിട്ട് നിങ്ങൾ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ സിവിൽ സർവന്റ് ആവണം എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ എന്ത് പഠിക്കുകയാണെങ്കിലും ഇവിടെ ഞാൻ നിൽക്കുന്ന ഈ സെഷന്റെ മുമ്പ് ഇവിടെ മിടുക്കരായിട്ടുള്ള ഒരു പറ്റം വിദ്യാർത്ഥികൾ ഇവിടെ ഇരുന്നു, അല്ലെ? ഇറാസ്മസ് മുണ്ട സ്കോളർഷിപ്പ് വാങ്ങിയ ആളുകൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ച ആളുകൾ, അല്ലെ? അവരിൽ നിന്ന് നമ്മൾ ഇൻസ്പയർഡ് ആവണം. അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നോക്കുക. ആ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ വലിയ ലക്ഷ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മുന്നിൽ കാണണം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഓഫീസിന്റെ മേലുള്ള ചായക്കടയിൽ ക്യാൻറ്റീനിൽ ചായ കുടിക്കാൻ കയറിയപ്പോൾ അവിടെ ഉള്ളൊരു വെയിറ്റർ പയ്യൻ എന്നെങ്ങനെ നോക്കുന്നുണ്ട്. 17 വയസ്സ് 18 വയസ്സുള്ള നിങ്ങളിൽ പല ആൾക്കാരും പ്രായമുള്ളൊരു പയ്യൻ. അവൻ്റെ അടുത്ത് വന്നു, സാർ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചായയും പഴംപൊരിയും വേണം. അത് വാങ്ങിക്കൊണ്ടുവന്ന് തന്നിട്ട് അവനും എന്നോട് പറഞ്ഞു, ഞാൻ സാറിൻ്റെ വീഡിയോസൊക്കെ കാണലുണ്ട്. ഞാൻ ചോദിച്ചു, ഈ ചായക്കടയിൽ ചായ തരാൻ വന്ന് നിൽക്കുന്ന നീ എന്തിനാണ് എൻ്റെ വീഡിയോസ് കാണലേ? മനസ്സിലുള്ളൊരു ചോദ്യമാണ്. ഞാൻ ചോദിച്ചു, എന്ത് വീഡിയോസാണ് നീ കാണാറുള്ളത്? അവൻ പറഞ്ഞു, ഞാൻ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണാറുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നീറ്റ് എക്സാം എന്തിനു വേണ്ടിയിട്ടുള്ള എക്സാമാണ്? MBBSന് വേണ്ടിയിട്ട്, MBBS കിട്ടാനുള്ള എക്സാമാണ്, അല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു, നീറ്റ് എക്സാം എഴുതിയിരുന്നോ? അതെ, ഞാൻ എഴുതിയിരുന്നു. എത്ര മാർക്ക് കിട്ടി? അവൻ പറഞ്ഞു, 575 മാർക്ക് കിട്ടി. 720-ൽ 575 മാർക്ക് കിട്ടി. ഞാൻ പറഞ്ഞു, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS കിട്ടില്ലേ? അവൻ പറഞ്ഞു, കിട്ടും. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാണ് എനിക്ക് ചായ കൊണ്ടു തരാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്? MBBS ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഉറപ്പിച്ചൊരു പയ്യൻ എന്തിനാണ് എനിക്ക് ചായ കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നത്? ഓക്കെ, അവൻ പറഞ്ഞു, അവൻ്റെ കഥ പറഞ്ഞു. അവൻ്റെ ഉമ്മയുടെയും അവൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് അവൻ ഡോക്ടറായി മാറുക എന്നുള്ളത്. അതിനുവേണ്ടി എൻട്രൻസ് കോച്ചിങ് സെന്റർ പോയി നിൽക്കുന്നു. നീറ്റ് പരീക്ഷയുടെ 3 മാസങ്ങൾക്ക് മുമ്പ് അവൻ്റെ ഉമ്മ പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോവാണ്. അവൻ്റെ ഉപ്പ ഒരു കടയിൽ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. ഉമ്മയുടെ മരണത്തിനിടയിലും നന്നായി പഠിച്ച, ഉമ്മയുടെ ആഗ്രഹം സഫലമാക്കിയ അവനെ പറഞ്ഞു, എൻ്റെ ഉപ്പാക്കൊരു സഹായവും ഞാനിവിടെ ജോലിക്ക് വന്നാൽ. ഇന്ന് ആ പയ്യൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ 2ാം വർഷ MBBS വിദ്യാർത്ഥിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആദ്യം നമുക്കൊരു ലക്ഷ്യം വേണം. ഞാൻ എന്താവണം? എന്തെങ്കിലുമൊക്കെ ആവും. നിങ്ങളിപ്പോൾ തീരുമാനം എടുത്തില്ലെങ്കിലും ഓരോ വർഷം കൂടുമ്പോഴും പ്രായം കൂടി വരും. 8 കഴിയും, 9 കഴിയും, 10 കഴിയും, +1 കഴിയും, +2 കഴിയും, അല്ലേ? ലൈഫിനെ നമുക്ക് ഒന്നെങ്കിൽ ഓട്ടോ പൈലറ്റ് മോഡിലിടാം. എങ്ങനെ നമ്മൾ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പോവാ, അല്ലെങ്കിൽ ദൃഢമായ തീരുമാനങ്ങൾ എടുത്ത് നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ നാടിന് അഭിമാന താരകങ്ങളായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. അത് വ്യതിരക്തമാവുന്ന ഒരു ഒറ്റ പോയിന്റിലാണ്. നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളിൽ ഒരുപാട് പണമുള്ള വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവാം, വളരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവാം, നിങ്ങളുടെ ഉപ്പമാർക്കോ അച്ഛനമ്മമാർക്കോ ഗവൺമെന്റ് ജോലിയുള്ളവരുണ്ടാവാം, അല്ലാത്ത ആളുകളുണ്ടാവാം.
നിങ്ങളുടെ ഫാദർ ആൻഡ് മദർ PhD വരെ ഗവേഷണം നടത്തിയ ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ ഡിഗ്രിയോ PGയോ കഴിഞ്ഞ ആൾക്കാരുണ്ടാവാം, എന്നാൽ 10ാം ക്ലാസ്സിന് മുമ്പ് പഠനം നിർത്തിയ ആൾക്കാരുണ്ടാവാം. നമുക്ക് എല്ലാവർക്കും പടച്ചോന് ഡിഫറെന്റ് ലെവൽ ഓഫ് റിസോഴ്സസ് ആണ് തന്നിട്ടുള്ളത് അല്ലേ? ഓരോരുത്തരുടെ പ്രശ്നങ്ങളും ഡിഫറെന്റ് ആണ്, ഓരോ ആളുകൾക്കുള്ള റിസോഴ്സസ് ഡിഫറെന്റ് ആണ്. പക്ഷേ ദൈവം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നിട്ടുള്ള ഒരൊറ്റ റിസോഴ്സ് ഉണ്ട്. എന്താ നിങ്ങൾക്ക് എന്താണ്? നമുക്ക് എല്ലാവർക്കും ഒരേപോലെ, പണമുള്ളവനും പാവപ്പെട്ടവനും കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ തന്നിട്ടുള്ള ഒരൊറ്റ റിസോഴ്സ് ഉണ്ട്. എന്താ റിസോഴ്സ്? എന്താണ്? ടൈം, സമയം. സമയം, നമ്മുടെ സമയം നമ്മൾ റീലുകൾ കണ്ട്, ലൈഫ് സ്റ്റൈൽ വ്ലോഗുകൾ കണ്ട് കാര്യത്തിൽ വിനിയോഗിക്കുന്നു. അതല്ല, ഈ ലോകത്തിൽ പുതിയ സ്റ്റീവ് ജോബ്സുമാരായി മാറാൻ, പുതിയ ടാറ്റമാരും ബിർളമാരുമായിട്ട് മാറാൻ, അല്ലെങ്കിൽ പുതിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ, നല്ല സിവിൽ സർവന്റുമാരായി മാറാൻ ചെലവഴിക്കണോ എന്നുള്ളത് എൻ്റെ മുമ്പിലിരിക്കുന്ന മികച്ച വിജയം നേടിയ ഓരോ വിദ്യാർത്ഥിയും ആലോചിക്കണം. ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു, നസീഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. നസീഫ് കൊണ്ടോട്ടി കീഴ്ശ്ശേരി സ്വദേശിയാണ്. നസീഫ് പറഞ്ഞു സ്കൂളിൽ പോലും പോയിട്ടില്ല. അതായത് ഒരു പള്ളി ദർസിലാണ് നസീഫ് പഠിച്ചു വന്നത്. അതായത് ഒരു നോർമൽ ഗവൺമെന്റ് സ്കൂൾ അങ്ങനെയൊന്നും പഠിച്ച ആൾ പോലല്ല. ഡിഗ്രി വരെ അങ്ങനെ പഠിച്ചു. ഡിഗ്രിക്ക് ശേഷം നസീഫിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. എവിടെ? IIT ഗാന്ധിനഗറിൽ. IIT ഗാന്ധിനഗറിൽ MA സയൻസിൽ കേട്ടോ, ഹ്യൂമാനിറ്റീസിന് ചേരുന്നു. അങ്ങനെ ഹ്യൂമാനിറ്റീസിന് ചേർന്ന് അവിടുന്ന് നസീഫിന് ഒരു ജോബ് കിട്ടുന്നു. 1 ലക്ഷം രൂപ ശമ്പളം ISB, ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ്സിൽ. ഹൈദരാബാദിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള മാനേജ്മെന്റ് സ്ഥാപനമാണ് ISB എന്നുള്ളത്. ആ ശമ്പളം കിട്ടിയ നസീഫ്, 1 ലക്ഷം രൂപ ശമ്പളം കിട്ടിയ നസീഫിനോട് പറഞ്ഞു, നല്ല ജോലിയിലെ നല്ല ശമ്പളം. നസീഫ് പറഞ്ഞു, ഞാൻ ആ ജോലി രാജിവെച്ചിട്ട് കോഴിക്കോട് ഞാനൊരു കോളേജിൽ പഠിപ്പിക്കാൻ ചേർന്നു. 2 മണിക്കൂർ ജോലി എടുത്താൽ മതി, മാസം 6000 രൂപ ശമ്പളം കിട്ടും. മാസം 6000 രൂപ ശമ്പളം കിട്ടും. 1 ലക്ഷം രൂപയുടെ ജോലി ഉപേക്ഷിച്ച് നസീഫ് എങ്ങോട്ടാ പോയത്? 6000 രൂപയുടെ ശമ്പളത്തിന്. എന്താണ് നസീഫിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? മണ്ടനാണ്, മടിയനാണ്, കുറെ പണിയെടുക്കാൻ വയ്യ, അങ്ങനെയൊക്കെയാണോ? നസീഫ് എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം 6 കോടി രൂപ ഫണ്ടിങ്ങോട് കൂടിയിട്ട് PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് നസീഫ് എന്ന്. 6 കോടി രൂപ ഫണ്ടിങ്ങോട് കൂടിയിട്ട് PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6 കോടി, 6 crore. നിങ്ങൾ പറഞ്ഞ സാലറിയുടെ 5 ഇരട്ടി അല്ലേ? അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് നസീഫിന് വേണ്ടിയിരുന്നത്? നസീഫിന് വേണ്ട എന്തായിരുന്നു? നസീഫിന് വേണ്ടത് പൈസ അല്ലായിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 ലക്ഷത്തിന്റെ ജോലി ഉപേക്ഷിച്ച് നസീഫ് എന്തിനു പോല? 6000 രൂപത്തിന്റെ ജോലിക്ക് പോല. നസീഫ് പറഞ്ഞു, ഐ വാണ്ടഡ് മൈ ടൈം ബാക്ക്. എനിക്ക് എൻ്റെ സമയം തിരിച്ചു വേണമായിരുന്നു. സമയം അല്ലേ? ആ സമയം ഉണ്ടെങ്കിൽ എനിക്ക് ആ റിസർച്ചിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, എനിക്ക് റിസർച്ച് പേപ്പറുകൾ തയ്യാറാക്കാം, എനിക്ക് എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് തയ്യാറാക്കാം, എനിക്ക് അങ്ങനെ ഭാവിയിൽ നല്ലൊരു സ്കോളർഷിപ്പ് വാങ്ങാം. നമ്മുടെ സമയം എവിടെ കൊണ്ടുപോയി കളയുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും ശരിക്കും ആലോചിക്കണം. ആ സമയം വൈസായിട്ട് യൂസ് ചെയ്യുന്നവരാണ് നിങ്ങൾ ഏത് മേഖലയിലാവട്ടെ ഏറ്റവും ബെസ്റ്റായി മാറുക. ആ സമയം വൈസായിട്ട് ഉപയോഗിക്കാത്തവരാണ് ഒരുപാട് മിടുക്കുകൾ ഉണ്ടെങ്കിലും, ഒരുപാട് ഐക്യം ഉണ്ടെങ്കിലും, ഒരുപാട് ബുദ്ധി ഉണ്ടെങ്കിലും ഒരു പക്ഷെ എവിടെ എത്താതെ പോവുക. ഓക്കെ, അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്റ്റാൻഫോർഡിൽ പോകണം, MITകളിൽ പോകണം, IITകളിൽ പോകണം, NITകളിൽ പോകണം, എയിംസിലും ജിപ്മറിലൊക്കെ പോയി പഠിക്കണം. ഇന്ത്യയിൽ ഒരുപാട് മികച്ച സ്ഥാപനങ്ങളുണ്ട്. നിങ്ങൾ ഏത് മേഖലയിൽ പോവുകയാണെങ്കിലും, ഞാൻ പഠിച്ചത് IIT മദ്രാസിലാണ്. IIT മദ്രാസ് എന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, IIT മദ്രാസിന്റെ വിസ്തീർണം എന്നുള്ളത് ഏകദേശം 750 ഏക്കറാണ്. 750 ഏക്കർ വിശാലമായിട്ടുള്ള വലിയൊരു കാട്, ഒരുപാട് മാനുകളും ഒരുപാട് കുരങ്ങന്മാരൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇത് എൻ്റെ ഫോട്ടോ ആണ്. ലാബ് എന്നുള്ള പണ്ടത്തെ 10-15 കൊല്ലം മുമ്പുള്ള ഫോട്ടോ ആണ്. സൈക്കിളുമായി നടക്കുന്നത് കാണാൻ പറ്റും. എന്താ സൈക്കിളായിട്ട് നടക്കുന്നത്? ഒരു വന്യജീവി സങ്കേതമാണ്, ശരിക്കും നാഷണൽ പാർക്കാണ്. അതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾസ് ഉപയോഗിക്കാൻ പാടില്ല, സൈക്കിളിൽ വേണം പോകാൻ. 750 ഏക്കർ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ദൂരം പോകണം നിങ്ങൾ എന്ത് ചെയ്യണം? ആലോചിക്കണം. കണ്ട മാനുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ നിങ്ങൾ, ഇതൊക്കെ ക്യാമ്പസിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ്. അത്ര മനോഹരമായിട്ടുള്ള, എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് അക്കാഡമിക്സ് കിട്ടുന്ന ക്യാമ്പസുകൾ IITs പോലുള്ള ക്യാമ്പസുകളുണ്ട്. ഞാനവിടെ പഠിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അത് ഈ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളൊക്കെ ഭയങ്കര പഠിപ്പിസ്റ്റ് ആവുക, ഫുൾ ടൈം ബുക്ക് നോക്കി നടക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുന്നത് സെൻട്രൽ ലൈബ്രറി കാണാം, നടുവിലൊരു ഓപ്പൺ എയർ തിയേറ്റർ കാണാം. ഇതേപോലെ വേൾഡ് കപ്പ് ഫുട്ബോളൊക്കെ വരുന്ന സമയത്ത് രാത്രി ഞങ്ങളൊരു 4000-5000 ആളുകൾ ഒപ്പിരുന്ന് ഇവിടുന്ന് കളി കാണും. വലിയ തിയേറ്ററാണ്, ഓപ്പൺ എയർ തിയേറ്റർ. ഓക്കെ, അപ്പുറത്ത് കാണുന്നത് കെംപ്ലാസ് ക്രിക്കറ്റ് ഗ്രൗണ്ട്, സച്ചിൻ ടെണ്ടുൽക്കറും യുവരാജ് സിംഗ് ഒക്കെ പ്രാക്ടീസിന് വന്നിരുന്ന ക്രിക്കറ്റ് ഗ്രൗണ്ട്. അപ്പൊ അതായത് നിങ്ങൾക്ക് കളിക്കാനാണെങ്കിൽ, നിങ്ങൾക്ക് വായിക്കാനാണെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ, നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫെസിലിറ്റീസ് നൽകുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥലത്തുണ്ട്. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ IITs,
നിങ്ങളൊന്ന് പോരോ, ഒരു ടൂർ നമ്മൾ ഊട്ടിക്കും ഒക്കെ പോവല്ലോ. എൻ്റെ പ്രിയപ്പെട്ട പാരൻസിനോട് പറയാനുള്ളത്, നമ്മുടെ അടുത്ത് കോഴിക്കോട് അപ്പുറത്ത് കുന്ദമംഗലം കഴിഞ്ഞാൽ കാട്ടങ്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഇന്ത്യയിലെ ഒരു എമിനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. എന്താ പറയുക നിങ്ങൾക്ക്? NIT കാലിക്കറ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ്. ആ കുന്നമംഗലത്ത് തന്നെ IIM ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. നമ്മുടെ കുട്ടികളെ അവിടേക്ക് ഒരു ടൂർ കൊണ്ടുപോവുക. ഒരു ദിവസം ഇത് അവിടുന്ന് ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ മതി അല്ലേ? ഇവരുടെ പേഴ്സ്പെക്റ്റീവ്സ് മാറും. ഞാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ നിന്ന് ക്ലാസ് എടുക്കുന്ന പോലെ ആവില്ല. അവർ റിയൽ ലൈഫിൽ ഇങ്ങനെയും ചില ക്യാമ്പസുകൾ, ഇങ്ങനെയും ചില സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നത് അവർക്ക് ലൈഫിൽ വലിയ പുതിയ വാതായനങ്ങൾ തുറന്നു കൊടുക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ടൂർ കൊണ്ടുപോവുക, റൈറ്റ്? അതേപോലെ തന്നെ നിങ്ങൾക്ക് ISRO നടത്തുന്ന ISRO ഗഗൻയാനും മംഗൾയാനൊക്കെ വിടുമ്പോൾ അവിടെ നിന്ന് കുറേ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്ന സയന്റിസ്റ്റുകൾ നമ്മൾ കാണാറില്ലേ? ഒക്കെ എവിടെ പഠിച്ച ആൾക്കാരാ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, ISRO നേരിട്ട് നടത്തുന്ന എഞ്ചിനീയറിംഗ് കോളേജാണ്. എവിടെയുള്ളത്? തിരുവനന്തപുരത്താണ്, നമ്മുടെ നാട്ടിലാണ് അല്ലേ? JEE എന്ന് പറയുന്ന പരീക്ഷ എഴുതണം. അപ്പോൾ ഈ പരീക്ഷകൾ എഴുതി ഇത്തരത്തിലുള്ള നല്ല സ്ഥാപനങ്ങളിൽ പോകുന്ന ആളുകളായിട്ട് നമ്മൾ മാറുക. നിങ്ങൾക്ക് നല്ല സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാം, നല്ല ഇടങ്ങളിൽ പോയിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാം, റൈറ്റ്? അതേപോലെ തന്നെ എന്താ പറയാ, ഇനി ഏത് ഫീൽഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റും. ഇപ്പോൾ ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജ് ഏതാണ്? എയിംസിൽ ഒരു വർഷത്തെ ഫീസ് എത്ര അറിയാം നിങ്ങൾക്ക്? 1200 രൂപയാണ് ഒരു വർഷത്തെ ഫീസ്. നിങ്ങൾ സ്കൂളിൽ കൊടുക്കുന്നതിനേക്കാളും ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ പറ്റും. പക്ഷേ എഗെയിൻ ഹാർഡ് വർക്ക് ചെയ്യണം, പഠിക്കണം അല്ലേ? എന്നാൽ അപ്പുറത്ത് ജിപ്മർ പോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. എന്നാൽ നമ്മളെന്താ ആലോചിക്കുക? +2 കഴിഞ്ഞിട്ട് വലിയ ലോൺ എടുത്ത് പഠിക്കാം അല്ലേ? അവസാനം ഈ ഇരിക്കുന്ന മാതാപിതാക്കളൊക്കെ നിങ്ങളെ വീട് പണയം വെച്ച്, അതേപോലെ തന്നെ സ്വർണം പണയം വെച്ചിട്ടൊക്കെ വലിയ ലോൺ എടുത്ത് പഠിക്കാൻ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് കൊണ്ടുപോയി ആക്കും അല്ലേ? കാരണം പുറത്തൊരു സ്ഥലത്ത് പോയി നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, വിദേശത്തൊരു MBBS പഠിക്കണം എന്നുണ്ടെങ്കിൽ 40-50 ലക്ഷം രൂപ ചെലവാക്കണം അല്ലേ? അതല്ലെങ്കിൽ ഒരു സ്വാശ്രയ മെഡിക്കൽ കോളേജ് പഠിക്കണമെങ്കിൽ 50 ലക്ഷം രൂപ ചെലവാക്കണം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പഠിക്കണമെങ്കിൽ വെറും 1.5 ലക്ഷം രൂപ ഫീസ് കൊടുത്താൽ മതി. അത് എയിംസിലോ ജിപ്മറിലോ പഠിക്കുകയാണെങ്കിൽ 6000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഡോക്ടറാൻ പറ്റും. ഇത് ഇന്ത്യൻ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചാൽ ആർക്ക് വേണ്ടിയിട്ടാ? നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇതൊന്നും എനിക്ക് കിട്ടാത്തതെന്ന് ആരും വിചാരിക്കണ്ട. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇത്തരം സ്ഥലങ്ങളിൽ പോയി പഠിക്കേണ്ട. എന്താ വേണ്ടത്? നേരത്തെ പറഞ്ഞ മുഹ്സിനെ പോലുള്ള പയ്യന്മാരെ പോലുള്ള ഡ്രീം നമുക്ക് വേണം. ആ സ്വപ്നം കാണാനെന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇതാണ് നിങ്ങൾ ആദ്യം വേണ്ടത്. ഓക്കെ, ആ സ്വപ്നങ്ങൾ കണ്ട് അതിലോട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റണം. സയൻസ് വിഷയങ്ങൾ ഇപ്പം നേരത്തെ നിങ്ങളോട് പറഞ്ഞു, സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്, IIS ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ISER തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തന്നു പോവാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, IIMs ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ്സുകാരനാവണമെങ്കിൽ, നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മാനേജ്മെന്റ് പ്രൊഫഷണൽ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IIMസിൽ പോയി പഠിക്കാം. അതേപോലെ തന്നെ ലോ പഠിക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി, നാൽസാർ, നുവാൽസ് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി, JNU, ജാമിയ മില്ലിയ, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, IFLU എന്ന് തുടങ്ങി ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ കോമ്പറ്റീറ്റീവ് എക്സാംസ് ഒക്കെ എഴുതണം. നമ്മൾ ഇപ്പം LSS USS കിട്ടിയ ആളുകൾ ഇനി അടുത്ത ഒളിമ്പ്യാഡ്സ് എഴുതണം. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ അവർ JEE എഴുതണം, നീറ്റ് എഴുതണം, CUT എഴുതണം. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ ആളുകൾ ഇത്തരം എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. ഓക്കെ, ഇതാണ് എനിക്ക് നിങ്ങളോടൊരു അഡ്വൈസ് ആയിട്ട് പറയാനുള്ളത്. ഇത്തരം പരീക്ഷകൾക്ക് മറ്റും വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. ലൈഫിൽ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നോണമെന്നില്ല. നെവർ ബി അഫ്രൈഡ് ഓഫ് ഫെയിലിയേഴ്സ്. ഒരിക്കലും പരാജയങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, പരാജയപ്പെടുന്നു വിചാരിച്ചൊന്നും ചെയ്യാതിരിക്കരുത്. ഇതാരൊക്കെയാ? ബിൽ ഗേറ്റ്സ് അല്ലേ, മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകൻ. പിന്നെ ജാക്ക് മാ, വെരി ഗുഡ്, ആലിബാബയുടെ സ്ഥാപകൻ. രണ്ടാളും ലോകത്തിലെ ഏറ്റവും വലിയ പൈസക്കാരിൽ പെട്ട ആളാണ്. ജാക്ക്മാനെ കുറിച്ച് പറയാറുണ്ട്, KFCയിൽ ജോലി അന്വേഷിച്ചു, കിട്ടിയില്ല. പോലീസിൽ ജോലി നോക്കി, കിട്ടിയില്ല. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ 10 തവണ അപ്ലൈ ചെയ്തു, കിട്ടിയില്ല. അവസാനം ആലിബാബ തുടങ്ങി ലോകത്തിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളായി മാറി. റൈറ്റ്, നെവർ ഗിവ് അപ്പ്. ലൈഫിൽ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാതിരിക്കും. ഇതാരും നിങ്ങൾക്ക്, ഇയാളെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, പക്ഷേ ഇയാൾ ഉണ്ടാക്കിയ പ്രൊഡക്ട്സ് നിങ്ങൾ എന്നും യൂസ് ചെയ്യുന്നുണ്ട്. ഇയാൾ ഉണ്ടാക്കിയ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാത്തവരായിട്ട് ഈ ഇരിക്കുന്നവരിൽ ഒരാൾ പോലും ഇല്ല. കുട്ടികളാവട്ടെ വലിയ ആൾക്കാരാവട്ടെ. ആരാന്ന് പറഞ്ഞാൽ ഒരു ക്ലൂ തരാം. ഇദ്ദേഹം യാഹൂ എന്ന് പറഞ്ഞ കമ്പനിയിലെ എഞ്ചിനീയർ ആയിരുന്നു. ജോലി പോയി, പിരിച്ചുവിട്ടു. ഓക്കെ, പിരിച്ചുവിട്ടപ്പോ പുള്ളി ഇന്റർവ്യൂവിന് പോയി. എവിടെയെന്നറിയോ? ട്വിറ്ററിൽ ഇന്റർവ്യൂവിന് പോയി. ട്വിറ്റർ എടുത്തില്ല.
എന്താ മൂപ്പര് ട്വിറ്ററിൽ പോയി തന്നെ ട്വീറ്റ് ചെയ്തു. ട്വിറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എക്സ്. എന്താണ്? ഗോഡ് ഡിനൈഡ്, ദാറ്റ്സ് ഓക്കെ, വുഡ് ഹാവ് ബീൻ എ ലോങ് കമ്മ്യൂട്ട്. ജോലി കിട്ടിയില്ല, ദാറ്റ്സ് ഓക്കെ, കിട്ടിയിരുന്നെങ്കിൽ കുറെ ദൂരെ യാത്ര ചെയ്യേണ്ടി വന്നേനെ, ലോങ് കമ്മ്യൂട്ട് ആയേനെ. അടുത്തത് പുള്ളി എവിടെ പോയത്? ഫേസ്ബുക്കില് മെറ്റയിൽ ഇന്റർവ്യൂവിന് പോയി. എന്നിട്ട് എന്താ എഴുതിയത്? ഫേസ്ബുക്ക് ടേൺ മീ ഡൗൺ, ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു കണക്ട് വിത്ത് സം ഫാന്റാസ്റ്റിക് പീപ്പിൾ, ലുക്കിംഗ് ഫോർവേഡ് ടു ലൈഫ്സ് നെക്സ്റ്റ് അഡ്വഞ്ചർ. ഫേസ്ബുക്ക് പോയി, ജോലി കിട്ടിയില്ല, ഞാൻ അടുത്തത് നോക്കാം. നിങ്ങൾ ആരെങ്കിലും ഒരു പരീക്ഷ തോറ്റാൽ അത് സ്റ്റാറ്റസ് വെക്കുമോ? ആരെങ്കിലും? എനിക്ക് ഇന്ന വിഷയത്തിൽ A+ കിട്ടിയില്ല, അടുത്ത പരീക്ഷയ്ക്ക് നോക്കാം. എനിക്ക് LSS 2 മാർക്കിന് പോയി, ഇനി USS നോക്കാം. ഇതൊരു ധൈര്യമാണ് അല്ലേ? നമുക്കൊരു പരാജയം ഉണ്ടായാൽ അത് ലോകത്തോട് വിളിച്ചു പറയാൻ സാധിക്കുക എന്നുള്ള വലിയൊരു ധൈര്യമാണ്. ഇദ്ദേഹത്തിന്റെ അടുത്ത ട്വീറ്റ് ലോകത്തെ തന്നെ മാറ്റിമറിച്ചു. ഇദ്ദേഹത്തിന്റെ അടുത്ത ട്വീറ്റ് ലോകത്തെ തന്നെ മാറ്റിമറിച്ചു. എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടോളൂ. എന്താണ്? വാട്സാപ്പ് ഉണ്ടാക്കിയ ആളാണ്. പേര് ബ്രയാൻ ആക്ടൺ. ഇയാൾ നമ്മളിതുവരെ കണ്ടിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? ലോകത്തെ തന്നെ മാറ്റിമറിച്ച മെസ്സേജിങ് സംവിധാനം ഉണ്ടാക്കിയ ഒരാള്. എന്താണ്? ട്വിറ്ററിൽ ജോലിക്ക് പോയി കിട്ടിയില്ല, ഫേസ്ബുക്കിൽ ജോലിക്ക് പോയി കിട്ടിയില്ല, അവസാനം പുള്ളി എന്താ ഉണ്ടാക്കിയത്? വാട്സാപ്പ് അല്ലേ? ഈ വാട്സാപ്പിനെ പിന്നെ ആരാ വാങ്ങിയത്? അറിയങ്ങൾക്ക് വാട്സാപ്പിന് ആരാ വാങ്ങിയത്? വാട്സാപ്പ് ഇപ്പൊ ഏത് കമ്പനീന്റെ ഭാഗ? മെറ്റ. ഏത് മെറ്റ? മൂപ്പർക്ക് ജോലി കൊടുക്കാതിരുന്ന മെറ്റ. പുള്ളിക്ക് ജോലി കൊടുക്കാതിരുന്ന മെറ്റ എത്ര കോടി രൂപക്കാണ് വാങ്ങിയത്? $20 ബില്യൺ. 20 ബില്യൺ. ബില്യൺ എന്ന് പറഞ്ഞാല് 100 കോടി, 2000 കോടി ഡോളർ, അതായത് 20 ലക്ഷം കോടി രൂപ. അതായത് ഒരു കണക്കുണ്ട്, മൂപ്പർക്ക് അന്ന് ഫേസ്ബുക്ക് ജോലി കൊടുത്തിരുന്നെങ്കിൽ 19,000 കൊല്ലം മൂപ്പര് ജോലി ചെയ്താൽ കിട്ടുന്ന ശമ്പളമാണ് എന്ത്? $1 ബില്യൺ എന്നുള്ളത്. റൈറ്റ്? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാ, എല്ലാവർക്കും ലക്ഷ്യങ്ങളുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ലക്ഷ്യങ്ങളുണ്ട്. പക്ഷെ ക്രിയേറ്റ് എ സിസ്റ്റം ഫോർ സക്സസ്. വിജയിക്കണം എന്നുണ്ടെങ്കിൽ ലക്ഷ്യം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മുടെ സമയം നമ്മൾ ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ വിനിയോഗിക്കണം. ആരാണ്? മെസ്സി അല്ലേ? നേരത്തെ പറഞ്ഞു അല്ലേ? മെസ്സിയുടെ ഒരു ദിവസം എങ്ങനെയാ നിങ്ങൾ ആലോചിക്കാറുണ്ടോ? മെസ്സി രാവിലെ എണീക്കും, വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കും, ഇന്ന് ആരൊക്കെ റീൽ ഇട്ടുകൊണ്ട് നോക്കും, കുറച്ചു നേരം കിടന്നുറങ്ങും, നല്ല ഫുഡൊക്കെ അടിക്കും. എങ്ങനെയാണോ? അല്ല, പിന്നെ എങ്ങനെയാണ് മെസ്സിയുടെ ഒരു ദിവസം എന്നുള്ളത്? യെസ്, അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? മെസ്സി അല്ലേ? മെസ്സി വരെ നമ്മൾ നിർത്തിയത്. മെസ്സിയുടെ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്നാണ് ചോദിച്ചത്. എന്താണ് മെസ്സിയുടെ ഒരു ദിവസം? മെസ്സി രാവിലെ എണീക്കും, വാട്സാപ്പൊക്കെ നോക്കും അല്ലേ, ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കും, റൈറ്റ്? എന്നിട്ട് ആരൊക്കെ മെസ്സേജ് അയച്ചു നോക്കും അല്ലേ? എന്നിട്ട് നല്ല ഫുഡൊക്കെ അടിച്ച് കുറച്ചു നേരം കിടന്നുറങ്ങും. വൈകുന്നേരം ആകുമ്പോൾ മെസ്സിയോട് കോച്ച് പറയും, ലയണൽ സ്കലോണി വിളിച്ച് പറയുന്നത്, വരൂ കളിക്കൂ, ഗോൾ അടിക്കൂ എന്നൊക്കെ പറയും. മെസ്സി വരും, കളിക്കും, ഗോൾ അടിക്കും. അല്ല, എങ്ങനെയാണോ? ആണോ? അല്ല, പിന്നെന്താണ്? മെസ്സി രാവിലെ 4 മണിക്ക് എണീക്കും, വർക്കൗട്ടിന് പോകുന്നുണ്ടാവും അല്ലേ? അതേപോലെ തന്നെ എല്ലാ ഫുഡും നമ്മളൊക്കെ മന്തിയൊക്കെ അടിച്ചു കയറുന്ന പോലെ മെസ്സിക്ക് അടിക്കാൻ പറ്റുമോ? ഇല്ല. മെസ്സി വളരെ കൃത്യമായിട്ടുള്ള ഡയറ്റീഷ്യൻ നൽകുന്ന ഫുഡായിരിക്കും മെസ്സി കൊടുക്കുക അല്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കളിയെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് മെസ്സി ഇറങ്ങുക. ആ പ്ലാനിനനുസരിച്ചാണ് മെസ്സി കളിക്കുന്നത്, മെസ്സി ഗോൾ അടിക്കുന്നത് അല്ലേ? മെസ്സിക്ക് 35-ാമത്തെ വയസ്സിൽ ഖത്തറിൽ ലോകകപ്പ് കിട്ടിയെങ്കിൽ, ഒരു പക്ഷേ ഇനി ഒരു ലോകകപ്പ് കൂടി നേടുമെങ്കിൽ അത് വർഷങ്ങളുടെ അധ്വാനാണ് അല്ലേ? ആ വർഷങ്ങളുടെ അധ്വാനം നമ്മളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ ഏറ്റവും ബെസ്റ്റായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് ഈ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ടോക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നല്ല കുട്ടികളായി ഇരുന്നതിന് എല്ലാ നന്ദിയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.